ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെള്ളയപ്പത്തിന് എങ്ങനെയാണ് മാവ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലത്തെ നാഴിപാത്രത്തിലാണ് അരി ഇടുന്നത്. അപ്പോൾ അതുപോലത്തെ നാഴിപാത്രം കൊണ്ട് ഒരു നാഴി അരി ഇട്ടിട്ടുണ്ട്, പച്ചരി. പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന് അതും കൊണ്ട് ഇട്ടിട്ട് നന്നായി കഴുകി ഒരു 1.5-2 മണിക്കൂറോളം അത് കുതിരാൻ വെച്ചിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയും ഉഴുന്നും കൂടെ ഇട്ടിട്ടുള്ളത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു തേങ്ങ നന്നായി ചിരകിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തേങ്ങ നല്ല പുതിയ തേങ്ങ ആയിരിക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ വേണം. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റും പിന്നെ പൊന്തി വരാനൊക്കെ കുറച്ചും കൂടി ഒരു ഇതായിരിക്കും തേങ്ങ വെള്ളം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി അടിഞ്ഞ് വന്നിട്ടുണ്ട്. അടിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കണം. കൈ കൊണ്ടൊന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു വെയിറ്റുള്ളൊരു പാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉള്ളി ചതയ്ക്കണ ഒരലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നമുക്കത് മൂടി വയ്ക്കാം. അങ്ങനെ വെയിറ്റുള്ളത് എന്തെങ്കിലും മൂടി വെച്ചാലാണ് നമുക്ക് പെട്ടെന്ന് അത് പൊന്തി വരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ അത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് വെള്ളപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചെടുക്കുക. ഈ മാവ് ഒഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മെല്ലനെ ആ മേലെ നിന്നുള്ള ആ ഭാഗം കയ്യിലുകൊണ്ട് എടുത്തിട്ട് വേണം ഒഴിക്കാൻ. നന്നായി അങ്ങോട്ട് ഇളക്കിയിട്ട് ഒഴിക്കരുത്, അപ്പോൾ വെള്ളയപ്പം കറക്റ്റായി കിട്ടില്ല. ആ മേലെ നിന്നുള്ള ഭാഗം മാത്രം ഇങ്ങനെ കയ്യിലുകൊണ്ട് എടുത്തിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അതിങ്ങനെ പരത്തി കൊടുക്കാം. അതിനെ പരത്തിയതിന് ശേഷം അതിൽ ചെറിയ ചെറിയ ബബിൾസ് വരും. ആ ബബിൾസ് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂടി വെച്ചാൽ മതി. അല്ലെങ്കിൽ ആ ബബിൾസ് ഇല്ലാത്ത കാണാൻ ഒരു ഭംഗിയില്ലാത്ത വെള്ളപ്പം ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ബബിൾസ് വന്നതിന് ശേഷം നമ്മൾ മൂടി വയ്ക്കുകയാണെങ്കിൽ വെള്ളപ്പം നല്ല ഇതിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഞാനത് മൂടി വെച്ചു. അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അവിടെ നല്ല ഇതിൽ ബബിൾസൊക്കെ വന്നിട്ട് നല്ല ഇതിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുളൻകിഴങ്ങ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഉരുളൻകിഴങ്ങും സബോളയും വെളുത്തുള്ളിയും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അത് കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള കറി വെള്ളയപ്പത്തിലേക്ക്. അപ്പോൾ ആ കറി നമ്മൾ വെന്തതിന് ശേഷം കാച്ചി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നല്ല ഭംഗിയുള്ള വെള്ളയപ്പവും നല്ല ഉരുളൻകിഴങ്ങ് കറിയും കൂട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.